തുടരുക. ശ്രീ അനൂപ് വി ആർ, ഇന്നിപ്പോൾ മല്ലികാർജുൻ ഖാർഗെ പറയുന്നു കേരളവും കർണാടകവും നടത്തുന്ന സമരം ന്യായമാണ് എന്ന്. അതേസമയം തന്നെ ഇന്നിപ്പോൾ ഡി കെ ശിവകുമാർ കേരളത്തിലുള്ള സമരത്തിന് പിന്തുണ നൽകുന്നു. എന്തുകൊണ്ടായിരിക്കും കേരളത്തിൽ നിന്ന് ആ നിലയിൽ നിന്നുള്ള പിന്തുണ കോൺഗ്രസിന് യു ഡി എഫിന് നൽകാൻ കഴിയാതെ പോകുന്നത്? യു ഡി എഫിന് ഈ സമരത്തോടുള്ള നയസമീപനത്തെക്കുറിച്ച് പി കെ കുഞ്ഞാലിക്കുട്ടിയെ പോലൊരു നേതാവ് നിയമസഭയ്ക്കകത്ത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹം പറഞ്ഞു, ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ നയനിലപാടുകളോട് ഞങ്ങൾക്ക് സമ്പൂർണ്ണമായി വിയോജിപ്പാണ്. കേന്ദ്രത്തെ സംബന്ധിച്ച് കുറച്ചു കാലമായി ഫെഡറൽ തത്വങ്ങൾക്ക് നിരക്കാത്ത ഭരണഘടനാ മൂല്യങ്ങൾക്ക് എതിരായി നിൽക്കുന്ന നയസമീപനങ്ങളാണ്. പക്ഷേ ഇപ്പോൾ ഈ സമരം പ്രഖ്യാപിക്കുന്നതിനുള്ള ഒരു മോറൽ ക്ലെയിം സി പി എമ്മിനുണ്ടോ എന്നുള്ളതാണ്. കേരളത്തിലെ സി പി എമ്മിനെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഇവരെന്ത് ചെയ്യുകയായിരുന്നു? ഒരു തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ ഞങ്ങൾ കേന്ദ്രവുമായി വലിയ പോരാട്ടത്തിലാണ് എന്ന് ഒരു പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് നടത്തുന്ന ഈ സമരം എന്ന് പറയുന്നത് ആളുകളെ കണ്ണിൽ പൊടിയിടാനുള്ള രാഷ്ട്രീയമായ ഉദ്ദേശം നടത്തുന്നുണ്ടെങ്കിൽ നേരത്തെ സമരം പ്രഖ്യാപിച്ചത് കേരളമാണ്. അതിൻ്റെ തൊട്ട് തലേ ദിവസം കർണാടക ഇതേ ജന്തർ മന്ദറിൽ സമരം നടത്തുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചല്ലേ? അല്ല, കേരളത്തെ സംബന്ധിച്ച് കർണാടകമാകട്ടെ, അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ സ്റ്റാലിൻ്റെ ഗവൺമെൻറ്, അതുപോലെ ഈ പറയുന്ന മമതാ ബാനർജിയൊക്കെ മുൻകാലങ്ങളിൽ കേന്ദ്രത്തിനെതിരെ സ്വീകരിച്ചിരുന്ന ഒരു രാഷ്ട്രീയമായ സമീപനത്തിൻ്റെ തുടർച്ചയുടെ ഭാഗമായി എന്തെങ്കിലും പിണറായി വിജയൻ നിന്നിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. കർണാടകത്തിലെ ഗവൺമെൻറ് വന്നിട്ട് എത്ര നാളായി? പിണറായി വിജയൻ കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ ടേം, അതുപോലെ ഇപ്രാവശ്യവും അദ്ദേഹം സ്വീകരിച്ച ഒരു നയസമീപനം എന്ന് പറയുന്നത് ബി ജെ പി ഇതര സർക്കാരുകളിൽ മോഡിയുമായി ഏറ്റവും അടുത്ത സൗഹാർദ്ദം സ്ഥാപിച്ച ഒരാളല്ലേ. ഇപ്പോൾ കെ വി തോമസ് മാഷി ചർച്ചയിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം തന്നെ പിണറായി വിജയൻ നരേന്ദ്രമോദിയെ സ്വീകരിച്ചതിനെക്കുറിച്ച് അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. മറ്റ് മുഖ്യമന്ത്രിമാരെ പോലെയല്ല പിണറായി വിജയൻ, അദ്ദേഹം വളരെ മാതൃകാപരമായാണ് നരേന്ദ്രമോദിയെ സ്വീകരിക്കുന്നത് എന്ന് പറയുന്ന ഇത്ര കാലയളവിൽ ഈ പറയുന്ന രണ്ട് ടേമിലും വളരെ കൃത്യമായി ഇത്തരം രാഷ്ട്രീയമായ വിമർശനങ്ങളൊന്നും ഉന്നയിക്കാത്ത നരേന്ദ്രമോദിയുമായി കൈകോർക്കാൻ സാധ്യമാകുന്ന സന്ദർഭങ്ങളിലൊക്കെ അത്ര ഊഷ്മളമായ ബന്ധം നിലനിർത്തിയിരുന്ന പിണറായി വിജയനെ പോലൊരാൾ എൽ ഡി എഫിൻ്റെ ഗവൺമെൻറ് ഇലക്ഷൻ്റെ തൊട്ട് മുൻപേ എടുക്കുന്ന ഈ സമീപനം കർണാടകം എടുക്കുന്ന, അല്ലെങ്കിൽ സ്റ്റാലിൻ എടുക്കുന്ന, മമതാ ബാനർജി എടുക്കുന്ന നിലപാടുകളുമായി ചേർത്ത് വെക്കാൻ കഴിയില്ല എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ നിലപാട്. കോൺഗ്രസ് ഈ സമരത്തിൻ്റെ ഈ പറയുന്ന സംഘപരിവാർ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഘപരിവാർ ഭരണകൂടത്തിൻ്റെ ഈ നയസമീപനങ്ങൾ, ഫെഡറൽ മൂല്യങ്ങൾക്ക് നിരക്കാത്ത നയസമീപനങ്ങൾ, സംസ്ഥാനങ്ങളുടെ അധികാരത്തിന് മേലുള്ള കടന്നുകയറ്റങ്ങളെയൊന്നും കോൺഗ്രസ് അനുകൂലിക്കുന്നില്ല എന്ന് തന്നെയാണ് മല്ലികാർജുൻ ഖാർഗെയുള്ള ആളുകൾ